പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ മഹാദൈവം നൽകുന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന ദൈവവചന ഭാഗം 119 സങ്കീർത്തനം അതിന്റെ 19 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുതേ. ഒരു ഭക്തന്റെ ഐഡന്റിറ്റി, തന്റെ അന്തസത്ത, താൻ ആരാണെന്നുള്ള തിരിച്ചറിവ് വെളിപ്പെടുത്തുകയാണ് ഭൂമിയിലെ പരദേശി. അപ്പോൾ തന്നെ താൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ പരദേശിയായി ഭൂമിയിൽ പാർക്കുമ്പോൾ ആ എന്റെ സ്വന്തം നാടിന്റെ പ്രിൻസിപ്പിൾസ്, കിങ്ഡം പ്രിൻസിപ്പിൾസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മറച്ചു വയ്ക്കരുത്. കാരണം അത് പാലിച്ചുകൊണ്ട് വേണം ഈ അന്യനാട്ടിൽ എനിക്ക് പരദേശിയായി ജീവിക്കേണ്ടത്. പ്രിയരെ, ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒരു പരദേശിയായി മാറുന്നത്? അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവായി രക്ഷിതാവായി അംഗീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര ഹൃദയത്തിൽ പതിച്ച് ഒരു പുതിയ മേലെഴുത്തോടുകൂടെ ആളിന്റെ സിറ്റിസൺഷിപ്പ് മാറുകയാണ്. ആ പതിക്കപ്പെടുന്ന സ്റ്റാമ്പ് സിറ്റിസൺ ഓഫ് ഹെവൻ, സ്വർഗീയ പൗരൻ എന്നുള്ള പദവിയാണ്. ആ സീല്, ആ മുദ്ര പതിയപ്പെട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാം ഭൂമിയിൽ പരദേശിയായി മാറുന്നു. നമുക്കറിയാം, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അവിടുത്തെ സിറ്റിസൺഷിപ്പ് ലഭിച്ചു കഴിയുമ്പോൾ സ്വന്തം നാട്ടിലെ പൗരത്വം ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടുകയാണ്. പിന്നെ സ്വന്തം നാട്ടിൽ വരണമെങ്കിൽ പുതിയ വിസ എടുക്കണം. നാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നാം സ്വർഗീയ പൗരന്മാരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വി ആർ ടെമ്പററി റെസിഡൻസ് ഹിയർ, നോട്ട് പെർമനന്റ് സിറ്റിസൺസ്. അവർ ഹോം ഈസ് ഹെവൻ വിത്ത് ഗാഡ്. നമ്മുടെ സ്വന്തം നാട്, നിത്യഭവനം, ദൈവത്തോടൊപ്പമുള്ള സ്വർഗീയവാസമാണ്. കൂടെ കൂടെ നാം ഇത് പറയണം. പഴയ നിയമ പിതാക്കന്മാർ ഇത് ഏറ്റുപറഞ്ഞും കൊണ്ട് ജീവിക്കുമായിരുന്നു. എബ്രായ ലേഖനം 11 അധ്യായം 13 വാക്യത്തിലേക്ക് വരുമ്പോൾ, തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് അവർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന് നാം വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 പീറ്റർ ചാപ്റ്റർ 2:11 പത്രോസ് വിശ്വാസികളെ വിളിക്കുന്നു, നാം പ്രവാസികളും പരദേശികളുമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തം നാട്ടിൽ പോകാൻ കഴിയുകയുള്ളൂ. സ്വന്തം നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായിരിക്കുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് വിശുദ്ധ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സ്വർഗനാട്ടിൽ പ്രിയനോടൊപ്പം നമുക്ക് പാർക്കാൻ കഴിയുകയുള്ളൂ. 39 സങ്കീർത്തനം 12 വാക്യത്തിൽ ഭക്തൻ പറയുന്നു, ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ ഒരു പരദേശിയാണ്, ഒരു ഗസ്റ്റാണ്, ഒരു അതിഥിയാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ പരദേശികളായി പാർക്കുന്ന ഏതൊരു സ്വർഗീയ പൗരനും സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിൽ വേണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. നാം സ്വർഗത്തിന്റെ വാല്യൂസ് ഓഫ് ഹെവൻ കാത്തു സൂക്ഷിക്കുന്നവരായി തീരണം. നാം നമ്മുടെ രാജാവായ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5:20 കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5 അധ്യായം 20 വാക്യത്തിൽ നാം വായിക്കുന്നു, വി ആർ ആൻ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. യേശു ക്രിസ്തുവിനെ
റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. ഒരു ഫോറിനറെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? അവർ അന്യനാട്ടിൽ ചെന്ന് അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ വസ്ത്രം ധരിച്ച് അവിടുത്തുകാരിൽ ഒരുവളെ പോലെ ജീവിക്കാൻ സമർപ്പിച്ചാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ ഭാഷയിലെ ആക്സന്റ് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലെ ഉച്ചാരണം കേൾക്കുമ്പോൾ സ്വദേശീയരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഈ ആള് ഒരു വിദേശിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഷ നമ്മുടെ നാടിന്റെ സ്റ്റാൻഡേർഡിനെ വെളിപ്പെടുത്തുന്നു. നാം ഏത് നാട്ടുകാരാണെന്ന് നമ്മുടെ ഭാഷയിലൂടെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ എഫേസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 29 ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വഴി ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന മുദ്രയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അത് വെറും ഒരു സീലായി ആരും തള്ളിക്കളയരുത്. അവനാലല്ലോ, ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, അതൊരു വ്യക്തിയാണ്. തൃത്വത്തിൽ മൂന്നാമനായ ദൈവമാണ്. ആ ദൈവത്തെ, നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നാം ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിച്ചാൽ വീണ്ടെടുപ്പ് നടക്കുകയില്ല, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുകയില്ല. റിഡംഷൻ ഓഫ് അവർ ബോഡി അത് തടയപ്പെടും. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുവാനിടയാകും. ഫിലിപ്പിയ ലേഖനം 3:20 നാം സ്വർഗീയ പൗരന്മാരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ 21-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം അറിയുന്നു. അവൻ വന്ന് സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതെ, നമ്മുടെ പൗരത്വമുള്ള നാട്ടിൽ നമ്മെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് വരും. ഈ കഴിഞ്ഞ ദിവസം ഒരു ഷിപ്പിൽ ഹാൻഡ വൈറസ് എന്ന് പറയുന്ന ലൈഫിന് ഭീഷണി ഉയർത്തുന്ന അപകടകരമായ ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ വൈറസ് ബാധിതരായ നാവികരെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയ ഒരു വാർത്ത നാം കേൾക്കാനിടയായി തീർന്നു. അതാണ് ആ നാട്ടിലെ പൗരത്വത്തിന്റെ ശ്രേഷ്ഠത. നമുക്കറിയാം, യുദ്ധം വരുമ്പോൾ അന്യനാട്ടുകാരെ അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള മിലിറ്ററി ഫ്ലൈറ്റുകൾ പോയി സ്വന്തം നാട്ടിലേക്ക് തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരുന്നത് പോലെ, പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പരദേശികളായി പാർക്കുന്ന, പ്രവാസികളായി പാർക്കുന്ന നമ്മെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് മേഘത്തേരിൽ വരും. അതാണ് ഈ ഭൂമിയിൽ പാർക്കുന്ന, പരദേശിയായി പാർക്കുന്ന ഏതൊരു സ്വർഗീയ പൗരന്റെയും ജീവനുള്ള പ്രത്യാശ. ആകയാൽ ഈ ഭൂമിയിലെ ജീവിതം ഇത് താൽക്കാലികമാണ്. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അത് മനസ്സിലാക്കി അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും
അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ആ കൂടാരവാസം തന്നെ വിളിച്ചു പറയുന്നത് തന്റെ ഭൂമിയിലെ പാർപ്പിടം ടെമ്പററിയാണ്, പെർമനന്റായ സ്ഥിരമായ ഒന്നിനു വേണ്ടി താൻ ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യുകയാണ്. ഈ സന്ദേശം ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവരാജ്യമാകുന്ന ദൈവസഭയിൽ അംഗങ്ങളായി തീർന്നിരിക്കുന്ന ദൈവമക്കളോട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിന്ന് ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19 എനിക്ക് പ്രബോധിപ്പിക്കുവാനുള്ളത്, നാം ഈ ഭൂമിയിൽ പരദേശികളായിരിക്കുമ്പോൾ തന്നെ ദൈവസഭയിൽ നാം പരദേശികളല്ല. വചനം പറയുന്നു, ആകയാൽ ഇനി അന്യന്മാരും പരദേശികളുമല്ല. ദൈവസഭയിൽ നാം അന്യരല്ല, നാം പരദേശികളല്ല. ഈ ഭൂമിയിൽ നാം പരദേശികളാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ, ദൈവസഭയിൽ നാം വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ പരദേശികളായ നാം ദൈവസഭയിൽ ദൈവത്തിന്റെ ഭവനക്കാരായി വിശ്വസ്തയോടെ സേവിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.